കൃഷ്ണ. നീലമേഘശ്യാമളനായ കണ്ണൻ സ്വർണ്ണാഭരണങ്ങളാൽ ശോഭിച്ചു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഉച്ചപൂജ അലങ്കാരത്തിൽ ദർശിക്കാനായത്. നെഞ്ചിൽ കൗസ്തുഭമണി ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കഴുത്തിൽ പുഷ്പമാലകൾ സുഗന്ധം പരത്തി, അങ്ങനെ അതിനുമേൽ പച്ചയും ചുവപ്പും നേർന്ന പട്ടുകരകൾ കണ്ണിനെ ആകർഷിച്ചുകൊണ്ട് കണ്ണൻ്റെ മനോഹര രൂപം. തലയിൽ മയിൽപ്പീലി കിരീടമായി അലങ്കരിക്കപ്പെട്ടപ്പോൾ കേശങ്ങളിൽ ചന്ദനവും കുങ്കുമവും ചേർന്ന സുഗന്ധം പരത്തി. താമര കണ്ണുകളിൽ കാരുണ്യത്തിൻ്റെ പ്രകാശം തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അധരങ്ങളിൽ മന്ദസ്മിതം വിരിഞ്ഞു. ചുറ്റും വെളിച്ചം വിതറുന്ന നിലവിളക്കുകൾ, ധൂപസുഗന്ധം നിറഞ്ഞ അന്തരീക്ഷം, മന്ത്രോച്ചാരണങ്ങളുടെ മാധുര്യം, ഇതെല്ലാം ചേർന്ന് ഉച്ചപൂജയെ സ്വർഗീയമായ ദർശനമാക്കി. ആ ഒരു നിമിഷം നമ്മുടെ ഹൃദയം മുഴുവൻ കണ്ണനിലേക്ക് ലയിച്ച് ശാന്തിയും ആനന്ദവും നിറഞ്ഞ നിമിഷമായി മാറുന്നു. ഇന്നത്തെ അലങ്കാരത്തിൽ കണ്ണൻ്റെ വലത് കൈയിൽ ഓടക്കുഴലും ഇടത് കൈയിൽ ഭസ്മക്കൊട്ടയും പിടിച്ച് ഓടുന്ന കണ്ണനാണ്. എന്തോ കുസൃതി കാട്ടി ഭസ്മക്കൊട്ടയും കയ്യിലേന്തി ഓടുകയാണ് കണ്ണൻ. വലത് കൈയിലെ ഓടക്കുഴലിൽ സ്നേഹത്തോടെ ചാർത്തിപ്പിടിച്ച് ഇടത് കൈയിൽ ഭസ്മക്കൊട്ടയും ധരിച്ചു നിൽക്കുന്ന കണ്ണൻ്റെ അലങ്കാരം അത്യന്തം അപൂർവവും ദിവ്യവുമായിരുന്നു. നീലമേഘവർണ്ണനായ ശരീരം ചന്ദനലേപനത്തിൽ മൃദുലമായി തിളങ്ങി. വലതു കൈയിലെ ഓടക്കുഴൽ അധരങ്ങളോട് ചേർത്തപ്പോൾ അതിൽ നിന്ന് മുഴങ്ങുമെന്ന് അതിൽ നിന്ന് ഒഴുകി വരുന്ന സംഗീതം ഭക്തഹൃദയങ്ങളിൽ മാധുര്യം നിറച്ചു. കണ്ണൻ്റെ ഓടക്കുഴലിലെ സംഗീതവും പ്രണയവും ഒന്നായി ലയിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. ഇടത് കൈയിൽ ഭസ്മക്കൊട്ടയും ഒരു വൈരാഗ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായിട്ടാണ് തോന്നിയത്. ലോകസുഖങ്ങൾക്ക് അതീതമായ ദൈവികതയെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഭക്തിയും വിരക്തിയും ഒരുമിച്ച് ചേരുന്ന ആ ഭംഗി കണ്ണനിൽ മാത്രം കാണാവുന്ന അതുല്യ സൗന്ദര്യമാണ്. മഞ്ഞപ്പട്ടിൽ നെയ്ത വസ്ത്രം, നെഞ്ചിൽ കൗസ്തുഭമണി, കഴുത്തിലെ പുഷ്പമാലകൾ സുഗന്ധം പരത്തുന്നു. തലയിൽ മയിൽപ്പീലി കിരീടമായി ശോഭിക്കുന്നു. താമരക്കണ്ണുകളിൽ കരുണയും ലീലാസ്മിതവും ഒരുമിച്ച് തിളങ്ങുന്നു. ഓടക്കുഴലിൻ്റെ മാധുര്യവും ഭസ്മക്കൊട്ടയുടെ ഗൗരവവും ചേർന്ന ആ നിമിഷം കണ്ണൻ ഭക്തർക്കു മുന്നിൽ സ്നേഹവും സത്യവും ത്യാഗവും ഒരുപോലെ ഉപദേശിക്കുന്ന പരമാത്മാവായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ. thank you